ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഒരു കുഞ്ഞ് വ്ളോഗാട്ടോ, കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗാണ്. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കേട്ടോ. അൽറായിൽ പോവാം, അവിടെ ലുലും, റെഡ് ടാഗ് അങ്ങനെ ഒരുപാട് ഷോപ്പുണ്ട്, അവിടെ പോവാമെന്ന്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഫാഹിൽ നിന്ന് അൽറായിലേക്കാണ് വന്നത്. എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ജലീബിൽ നിന്ന് അൽറായിലേക്കാണ് വന്നത്. ഏറ്റവും കൂടുതൽ ദൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാഹിൽ നിന്ന് അൽറായിലേക്കാട്ടോ. ഇതിലേറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനാണ് അവിടെ ഫസ്റ്റ് എത്തിയത്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. അവിടെ എത്തി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് അവർ ജലീബിൽ നിന്ന് അൽറായിക്ക് 10-15 മിനിറ്റുള്ളൂ. അതും ബസ് പുട്ടിന് തേങ്ങട്ടുന്ന പോലെ ബസ്സുണ്ട്. അവരതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. ലാസ്റ്റ് ഞാൻ ഒരു ബോറടിച്ച് അതിൻ്റെ ബാക്കിൽ തന്നെ, സ്റ്റോപ്പിൻ്റെ ബാക്കിൽ തന്നെ ഒരു ചെറിയ പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പാർക്കാണ്. നമ്മൾ നല്ല ഊഞ്ഞാലൊക്കെ ഉണ്ട്, നല്ല കട്ടിയുള്ള ഊഞ്ഞാൽ. അതുകൊണ്ട് പിന്നെ ഞാനും കയറിയിരുന്നു. ഇവിടെ കളിക്കാനൊക്കെ പറ്റും കേട്ടോ. നല്ല സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് നേരം ഈ ഊഞ്ഞാലൊക്കെ ആടി പാട്ട് കേട്ട് വർത്താനം ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയുക, അങ്ങനത്തെ ചില പ്രാന്തകളൊക്കെ ഇടയ്ക്കെനിക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ കുറച്ച് നേരം പാട്ട് കേട്ട്, പിന്നെ ഒരുപാട് നല്ല ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നല്ല ആൾക്കാരല്ല, നല്ല ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ പോയിരുന്നു, ഊഞ്ഞാലാടി മടുത്ത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫോൺ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോൺ അവിടെ തന്നെ ചാരി വെച്ചിട്ടാണ് എടുക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ലേ, അവിടെ ഫോൺ ഉണ്ടോ എന്ന് കൺഫേം ആക്കുക കേട്ടോ. പിന്നെ അതേ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഫാമിലിയൊക്കെ ഇവിടെ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ക്ലൈമറ്റായിട്ട്. ചൂടുണ്ടോ? ഇല്ല. തണുപ്പുണ്ടോ? ഇല്ല. അങ്ങനത്തെ ഒരു ഇടത്തരം ക്ലൈമറ്റ് കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ അൽറായി ലുലുവിലേക്ക് പോയി. അങ്ങനെ ലുലു അല്ല ഞങ്ങളൊരു ലക്ഷ്യം റെഡ് ടാഗ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയി. ആദ്യം പിന്നെ നമുക്ക് ഗ്രാൻഡിൽ പോയിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ അടിപൊളിയായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ചൂടില്ലാത്ത ചായ. പിന്നെ എന്താ കഴിക്കാൻ നോക്കിയപ്പോൾ അവിടെ എല്ലാം മുട്ട ബജി ഉണ്ടെന്ന്. പിന്നെ മുട്ട ബജി എടുക്കാം. ഇത് മുട്ട ബജിയാണോ ഉപ്പ് ബജിയാണോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട് കേട്ടോ. ഫുൾ അങ്ങോട്ട് ഉപ്പ് കോരിയിട്ടിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ അവർക്ക് തന്നെ അത് തിരിച്ചു കൊടുത്തോട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ താരം എത്തിയിട്ടുണ്ട്. താരത്തിൻ്റെ വീട് 5 മിനിറ്റേ ഉള്ളൂ, പക്ഷേ എത്തിയത് വളരെ നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഈ രൂപം കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ ലക്ഷ്യം റെഡ് ടാഗിൽ പോയിട്ട് ഞങ്ങൾക്കൊരു ബേബി ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എനിക്കല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ബേബി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ബേബിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബേബി ഇങ്ങോട്ട് എത്തും. ആളെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ചവിട്ടുന്നുണ്ട്. അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ട് നോക്കും കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ആൺകുട്ടിയാണ്. ഇവിടെ നമ്മൾക്ക് 5ാമത്തെ സ്കാനിങ്ങിൽ മനസ്സിലാവും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണെന്ന്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വന്നതിൻ്റെ വഴിക്ക് ഒരു ഷോപ്പ് കണ്ടു. ഈ ഷോപ്പിൻ്റെ പേര് സിറ്റി സ്റ്റാർ എന്തോ ആണ് കേട്ടോ. അവിടെ കണ്ടപ്പോൾ അടിപൊളിയുണ്ട് കേട്ടോ. നല്ല ഡെക്കോറ് കാര്യങ്ങളൊക്കെ. ഈ കൈ വെച്ച സാധനത്തിന് ഭയങ്കര വിലയല്ല, നല്ല വെയിറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നാട്ടിൽ 2800 രൂപ. നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും ഇതൊക്കെ അയക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ എൻ്റെ ചിന്ത. എങ്ങനെയെങ്കിലും അയക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് എന്തായാലും അയക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. നമ്മളെ നാട്ടിലും ഉണ്ടാവും, പക്ഷേ ഇവിടെ എന്തൊക്കെയോ ഒരു പ്രത്യേകത. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പോകും. അവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോവും. പിന്നെ റെഡ് ടാഗിലെത്തിയപ്പോൾ ഒരുപാട് ക്യാൻഡിൽസ് കാര്യങ്ങളൊക്കെ കണ്ടു. ഒരു ബെഡ്റൂമിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതേപോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കേണ്ട ഒറ്റ ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക്. അങ്ങനെ ക്യാൻഡിൽസും സ്പ്രേയും അങ്ങനെ ഒരുപാട് റൂം സ്പ്രേ അടക്കം ഒരു സെറ്റായിട്ടാട്ടോ. പിന്നെ നല്ല വിലയുണ്ട്, അതും പറയാമല്ലോ. സാധനത്തിൻ്റെ ഭംഗീനനുസരിച്ച് വിലയുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യമായിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ഈ പോണത്. അങ്ങനെ ആങ്കൊച്ചായതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി അറിയുന്നതുകൊണ്ട് ആങ്കൊച്ചിനുള്ള ഡ്രസ്സ് കേട്ടോ നോക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആങ്കൊച്ചുങ്ങൾക്ക് കുറച്ച് ലിമിറ്റഡ് സാധനങ്ങൾ ഇവിടെയുള്ളൂ. ഇവിടെ നിന്നല്ല എല്ലാ ഷോപ്പിലും. കാരണം ഇവിടുത്തെ കുവൈത്തീസിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ പെൺപിള്ളേരാട്ടോ. അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഏറ്റവും കുറവ് ആൺകുട്ടികളുടെ ഡ്രസ്സായിരിക്കും. അങ്ങനെ നമുക്ക് ഉള്ളതൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാട്ടോ. കാരണം നാളെ ഡ്യൂട്ടീൻ്റെ അപ്പം അത്രയുള്ള എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.